കാഞ്ഞിരപ്പള്ളി എസ്.ഡി. കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് പത്തനംതിട്ട എസ്.പി. കെ.ജി. സൈമൺ. കോവിഡ് അന്വേഷണത്തിന് മങ്ങലേൽപ്പിച്ചുവെങ്കിലും തമിഴ്നാട്ടിലുൾപ്പെടെ അന്വേഷണം നടന്നു. തുറന്നു പറയാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ വ്യക്തമായ ഉത്തരമുണ്ട്. വൈകാതെ തീരുമാനമാകുമെന്നും സൈമൺ മനോരമ ന്യൂസ് പുലർവേളയിൽ പറഞ്ഞു. കെ.ജി. സൈമൺ ഈ മാസം 31-ന് വിരമിക്കും. അതിനു മുൻപ് കേസിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് അറിയുന്നത്. 2018 മാർച്ച് 22-നാണ് കൊല്ലമുള സന്തോഷ് കവല കുന്നത്ത് വീട്ടിൽ ജസ്നയെ കാണാതാകുന്നത്. കേസന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയമിച്ചെങ്കിലും ജസ്നയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താനായില്ല. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനായാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിൽ എത്തിയതായി മൊഴിയുണ്ട്. പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല. ജസ്നയെ കാണാതായ ദിവസം പിതാവ് എരുമേലി പോലീസ് സ്റ്റേഷനിലും പിറ്റേ ദിവസം വെച്ചൂച്ചിറ സ്റ്റേഷനിലും പരാതി നൽകി. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവ് ലഭിച്ചില്ല. അന്വേഷണം മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. കേസന്വേഷണത്തിനായി 2 ലക്ഷം ടെലിഫോൺ മൊബൈൽ നമ്പറുകൾ ശേഖരിച്ചു. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജസ്നയ്ക്കായി പോലീസ് കുടകിലും ബംഗളൂരുവിലുമെല്ലാം അന്വേഷണം നടത്തി. ജസ്നയെയും സുഹൃത്തിനെയും ബംഗളൂരുവിലെ ഒരു സ്ഥാപനത്തിൽ കണ്ടതായി ഗേറ്റ് കീപ്പറായ മലയാളി വിവരം നൽകിയെങ്കിലും ജസ്നയല്ലെന്ന് പിന്നീട് വ്യക്തമായി. ബംഗളൂരു എയർപോർട്ടിലും മെട്രോയിലും ജസ്നയെ കണ്ടതായി സന്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ച് പോലീസ് സംഘം പലതവണ ബംഗളൂരുവിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ അവയൊന്നും ജസ്നയുടേതായിരുന്നില്ല. സംഭവ ദിവസം 16 തവണ ജസ്നയെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ പല തവണ ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കേസിൽ വഴിത്തിരിവുണ്ടായേക്കുമെന്ന പ്രതീക്ഷയാണ് പത്തനംതിട്ട എസ്.പി. കെ.ജി. സൈമണിന്റെ വാക്കുകൾ നൽകുന്നത്.